വെറും 1 രൂപയ്ക്ക് നിർമ്മിച്ച ഒരു മലയാള സിനിമ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? അതുമാത്രമല്ല 50 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ കോടികൾ ഓഫർ കിട്ടിയിട്ടും ഒരു പരസ്യത്തിൽ പോലും അഭിനയിക്കാത്ത വ്യക്തിയാണ് രജനീകാന്ത്. തമിഴ്നാട് സർക്കാരിന്റെ പാം തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമാണ് ഈ 50 വർഷത്തിനിടയിൽ രജനീകാന്ത് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുകൂടാതെ അമിതമായ ഇന്ത്യൻ ദേശസ്നേഹം കാരണം സണ്ണി ഡിയോളിനെ മരണം വരെ പാകിസ്ഥാൻ ബാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അധികം ആളുകൾക്ക് അറിയാതെ പോയിട്ടുള്ള വ്യത്യസ്തമായ സംഭവങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. 2010 പുറത്തിറങ്ങിയ അമൽ നീരദ് സിനിമയാണ് അൻവർ. ഒരു കാലഘട്ടങ്ങളിൽ മലയാള സിനിമകളിൽ ബോംബ് ബ്ലാസ്റ്റ് കാണിച്ചിരുന്നത് വലിയ പുകയും തീയും എല്ലാം കാണിച്ചിട്ടായിരുന്നു. എന്നാൽ അൻവർ എന്ന സിനിമ അതിനെ ബ്രേക്ക് ചെയ്ത് വന്ന ഒന്നായിരുന്നു. സിനിമയുടെ ഒരു ഭാഗത്തായി പൃഥ്വിരാജ് ഒരു പബ്ലിക് ഓഫീസിൽ ബോംബ് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. കൊച്ചി കുസാറ്റിലാണ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സീൻ അവർ ഷൂട്ട് ചെയ്തത്. ബോംബ് ബ്ലാസ്റ്റിന് വേണ്ടി പൗഡർ ബോംബാണ് അവർ അവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തത്. എന്നാൽ വളരെ സുരക്ഷയോടുകൂടി അവർ പൗഡർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തെങ്കിലും കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ജനൽ പൊട്ടി ഈ പൗഡർ മുഴുവൻ യൂണിവേഴ്സിറ്റിയുടെ പല മുറികളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. മുറിയിലെ കമ്പ്യൂട്ടറുകളിലും മറ്റു ഉപകരണങ്ങളിലും പൊടി വ്യാപിക്കുക മാത്രമല്ല ചെയ്തത്, യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ സൂക്ഷിച്ചിരുന്ന വാല്യുവേഷൻ റൂമിൽ മുഴുവൻ ഈ പൊടി വ്യാപിക്കുകയും യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറുകൾ മുഴുവനുമായി പൊടി പിടിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം പുറത്തറിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ പലരുടെയും ജോലി പോവുകയും അതോടൊപ്പം ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റും യൂണിവേഴ്സിറ്റിയിലെ തൊഴിലാളികളും ചേർന്ന് ഒരു രാത്രിയും പകലും പണിയെടുത്തിട്ടാണ് പൗഡർ ബോംബിന്റെ പൊടികളെല്ലാം യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറിൽ നിന്നും വൃത്തിയാക്കി പഴയ രീതിയിലാക്കിയെടുത്തത്. എന്നാൽ ഈ ഒരു സംഭവം പുറത്തറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ഇതെങ്ങാനും പുറത്തറിഞ്ഞിരുന്നതിൽ വലിയ പ്രക്ഷോഭങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പതിറ്റാണ്ടോളം ഈ ഒരു രഹസ്യം ഇവരാരും അറിയാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. ഒരു കാലത്ത് തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകൾ ചെയ്തിരുന്ന സംവിധായകനായിരുന്നു ധരണി. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് സംവിധായകന്റെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ. സംവിധായകനായ ധരണി ഒരു വലിയ മുരുകഭക്തനാണ്. അതുകൊണ്ട് തന്നെ ധരണിയുടെ മിക്ക സിനിമയിലെയും നായകന്മാരുടെ പേരെല്ലാം മുരുകന്റെ പേരുകളാണ്. ദിൽ എന്ന സിനിമയിലെ വിക്രത്തിന്റെ പേരായ കനകവേൽ, ധൂളിലെ വിക്രത്തിന്റെ പേരായ അറുമുഖം, ഗില്ലിയിലെ വിജയുടെ പേരായ വേലു എന്ന ശരവണൻ, കുരുവിയിലെ വേലു എന്ന വെട്രുവേൽ, ഒസ്തിയിലെ സിംബുവിന്റെ ഒസ്തിവേലൻ എന്ന പേരുകളെല്ലാം മുരുകന്റെ മറ്റു പേരുകളാണ്. എന്നാൽ സിനിമ കാണുന്ന സമയത്തെല്ലാം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള സംഭവമായിരുന്നു ഈ ഒരു പേര്. 4 പതിറ്റാണ്ടുകളധികമായി മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ് ജഗദീഷ്. ജഗദീഷ് ഒരു നടനും തിരക്കഥാകൃത്തും മാത്രമല്ല, കോളേജ് പ്രൊഫസറും ബാങ്ക് മാനേജറും ആയിരുന്നുവെന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മളിൽ മിക്ക ആളുകളും അറിയാതെ പോയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജഗദീഷ് എന്ന സിനിമാറ്റോഗ്രാഫറെ. ജഗദീഷ് ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. 1978 പുറത്തിറങ്ങിയ ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത അഹല്യ എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് ജഗദീഷ് ക്യാമറ ചലിപ്പിച്ചത്. ഈ സിനിമയുടെ പ്രിന്റ് അധികം അവൈലബിൾ അല്ല, എങ്കിലും ഈ സിനിമയുടെ പല പാട്ടുകൾ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും വെള്ളത്താമര ഇതളുകളോ, ലളിത സഹസ്രനാമം, ശ്രീഭൂത ബലി കഴിഞ്ഞു എന്നീ പാട്ടുകൾ. എന്നാൽ സിനിമ അവൈലബിൾ അല്ലെങ്കിലും ഈ പാട്ടുകളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ പ്രശസ്തിയായ തമിഴ് കവിയും എഴുത്തുകാരിയുമാണ് താമരൈ. വസീകര, റൺ, പേരഴകൻ, ഗജനി, സുബ്രഹ്മണ്യപുരം, VTK തുടങ്ങി ഒരുപാട് ഹിറ്റ് സിനിമകളുടെ പാട്ടുകൾ എഴുതിയതും താമരയാണ്. കഴിഞ്ഞ 27 വർഷമായി തമിഴ് സിനിമകളിൽ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ താമരയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. തന്റെ 27 വർഷത്തെ കരിയറിൽ താമര എഴുതിയ ഒരു പാട്ടിലും ഇംഗ്ലീഷ് വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 27 വർഷമായി 150-ലധികം പാട്ടുകൾ താമര എഴുതിയിട്ടുണ്ട്. അതിലൊന്നും ഇംഗ്ലീഷ് വാക്കുകൾ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം വളരെ പ്രശംസനീയമാണ്. താമര തമിഴ് ഭാഷയും സംസ്കാരത്തെയും ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ കടന്നുകയറ്റം മാതൃഭാഷയായ തമിഴിനെ ബാധിക്കുന്നതുകൊണ്ടും പലയിടത്തും തമിഴ് സംസ്കാരം ഇല്ലാതാവുന്നതുകൊണ്ടും തമിഴ് ഭാഷ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയാണ് താമരൈ തന്റെ പാട്ടുകളിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉൾപ്പെടുത്താത്തത്. അതുമാത്രമല്ല, ദ്രാവിഡ മുന്നേറ്റത്തിന്റെ പിതാവായ പെരിയാറിന്റെ ആശയങ്ങൾ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് താമരൈ. ഇംഗ്ലീഷ് വാക്കുകൾ ഉൾപ്പെടുത്താതിരിക്കുക മാത്രമല്ല, വൾഗറായുള്ള ഒരു വാക്ക് പോലും തന്റെ പാട്ടിൽ ഉണ്ടാവില്ല എന്ന് താമര ഉറപ്പു പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു സമയം ഒരു പാട്ട് എഴുതാൻ മാത്രമേ താമരൈ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. 27 വർഷം, 150-ലധികം വ്യത്യസ്ത സിനിമകൾ, അതിലെല്ലാം 100% തമിഴ് വാക്കുകൾ. അധികം ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ പ്രത്യേകതയാണ് താമരയ്ക്കുള്ളത്. ഇതൊക്കെ എന്ത്? മറ്റൊരു വ്യക്തിയാണ് ജാക്കി ചാൻ. ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ അധികം ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് ജാക്കി ചാന് ഇൻഷുറൻസ് ഇല്ല എന്നത്. ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയും ജാക്കി ചാന് ഇൻഷുറൻസ് സർവീസ് കൊടുക്കില്ല എന്നാണ്. അതിനൊരു വലിയ കാരണമുണ്ട്. ഇൻഷുറൻസ് കമ്പനി എന്നത് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്.
എന്നാൽ ജാക്കി ചാൻ ജീവൻ പണയം വെച്ചിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ജാക്കി ചാനെ ഇൻഷുറൻസ് കമ്പനികൾ റിസ്ക് കൂടുതലുള്ള ക്ലയന്റ് ആയിട്ടാണ് കാണുന്നത്. ഭയാനകമായ സ്റ്റണ്ട് ചെയ്യുന്നത് കൊണ്ട് ഏത് നിമിഷവും ജാക്കി ചാന് പരിക്കുകളോ അപകടങ്ങളോ എന്തിന് മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയും അദ്ദേഹത്തിന് ഇൻഷുറൻസ് സർവീസ് കൊടുക്കില്ല. ജാക്കി ചാന് മാത്രമല്ല, ജാക്കി ചാൻ അഭിനയിക്കുന്ന ഒരു സിനിമകൾക്കും ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാലത്ത് അവിടുത്തെ സിനിമാ വ്യവസായത്തെ അത് ഒരുപാട് ബാധിച്ചിരുന്നു. എന്നാൽ ജാക്കി ചാന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്റ്റണ്ട് ടീമിനും ഇത് ബാധകമായിരുന്നു. എന്നാൽ തനിക്ക് ഇൻഷുറൻസ് കിട്ടാത്തതുകൊണ്ട് കവറേജിന് വേണ്ടി വ്യക്തിപരമായ ബന്ധങ്ങളും പ്രത്യേക ക്രമീകരണങ്ങളും ജാക്കി ചാന് വേണ്ടി ചെയ്തിരുന്നു. ഈ ഒരു പ്രശ്നമാണ് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ പിന്നീട് സ്റ്റണ്ട് സീനുകളുടെ കടുപ്പം അല്പം കുറയ്ക്കാനിടയാക്കിയത്. തമിഴ് സിനിമയിലെ ക്യാപ്റ്റനാണ് വിജയകാന്ത്. എന്നാൽ വിജയകാന്തിന് ഒരു വലിയ വാശിയുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തമിഴ് സിനിമ അല്ലാതെ വേറൊരു സിനിമകളിലും അഭിനയിക്കില്ല എന്നുള്ളതായിരുന്നു അത്. പടം കൊള്ളാൻ കേട്ടോ, വിജയകാന്ത് കലക്കിയിട്ടുണ്ട്. 4 സ്റ്റണ്ടും 3 പാട്ടും. 4 പതിറ്റാണ്ടിൽ 150-ലധികം സിനിമകളിൽ വിജയകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം തമിഴ് സിനിമകളായിരുന്നു. 80കളുടെയും 90കളുടെയും കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അന്യഭാഷ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഓഫർ വന്നിരുന്നു. എന്നാൽ അദ്ദേഹം അതിലൊന്നും അഭിനയിച്ചില്ല. കാരണം അദ്ദേഹം തമിഴ് ഭാഷയും തമിഴ് സംസ്കാരത്തെയും സിനിമയും അതിയായി സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ ഒരു 100% തമിഴിനായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. വിജയകാന്തിന്റെ സിനിമകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മിക്ക സിനിമകളിലും അദ്ദേഹം ദേശസ്നേഹിയായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിച്ച നാടിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായോ നന്മ നിറഞ്ഞ ഗ്രാമത്തിലെ മാതൃകയായ യുവാവായിട്ടുമാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരംഗമാവുകയാണല്ലോ. എന്നാൽ 2000-ന്റെ തുടക്കത്തിൽ തന്നെ വിജയകാന്ത് തമിഴ് സിനിമയിലെ ലൈറ്റ് ബോയ് മുതൽ എല്ലാ ആർട്ടിസ്റ്റിനും ഒരേ ഫുഡ് കൊടുക്കണമെന്ന നിയമം കൊണ്ടുവന്നിരുന്നു. അതുമാത്രമല്ല, ഷൂട്ടിംഗ് സൈറ്റുകളിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പരിഗണനകൾക്ക് തുടക്കം കുറിച്ചതും വിജയകാന്ത്. ആളില്ലാത്ത തിയേറ്ററിലോടി പിന്നീട് മെഗാ ഹിറ്റായി ഇന്ത്യ മുഴുവൻ റീമേക്ക് ചെയ്യപ്പെട്ട സിനിമകൾ വളരെ കുറവാണ്. എന്നാൽ 1980-ൽ പുറത്തിറങ്ങിയ ഒരു സിനിമയ്ക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. 1980-ൽ പുറത്തിറങ്ങിയ തെലുഗു സിനിമയാണ് ശങ്കരാഭരണം. കർണാട്ടിക് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്ത സിനിമയായിരുന്നു ശങ്കരാഭരണം. എന്നാൽ ഈ സിനിമ ആദ്യ ദിവസം റിലീസായത് ഒരേ ഒരു തിയേറ്ററിലാണ്. അത് കാണാനെത്തിയത് വെറും 4 പേർ മാത്രം. ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു ദിവസം 4 പേര് കണ്ട സിനിമ 25 ആഴ്ച നിർത്താതെ ഹൗസ്ഫുള്ളായി ഓടി. അതുമാത്രമല്ല, കന്നഡ, തമിഴ്, മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷകളിലേക്കും പടം ഡബ് ചെയ്ത് റിലീസ് ചെയ്തു. എനിക്ക് പിറക്കാൻ പോകുന്ന എന്റെ പുത്രനെ അങ്ങയുടെ പേര് പറഞ്ഞു വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ ഡബ് ചെയ്ത് റിലീസായ സിനിമ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിലും എറണാകുളം കവിത തിയേറ്ററിലും 200 ദിവസങ്ങൾക്ക് മുകളിലായി ഓടി. തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും സിനിമ 1 വർഷം ഓടി. പിന്നീട് നോർത്ത് ഇന്ത്യ മുഴുവൻ സിനിമ തരംഗമായി. അങ്ങനെ സിനിമ 3 ഭാഷകളിലധികമായി റീമേക്ക് ചെയ്ത് പോവുകയും ചെയ്തു. 1980-ൽ ഒരു തിയേറ്ററിൽ മാത്രം റിലീസായ സിനിമ ഒരു പ്രമോഷനും ചെയ്യാതെ ഇന്ത്യ ഒട്ടാകെ ആ കാലത്ത് ട്രെൻഡായി. ഇന്ന് ദൃശ്യം പോലുള്ള സിനിമകളൊക്കെ നല്ല റിപ്പോർട്ട് കിട്ടിയ ശേഷം പിന്നീട് റീമേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും 1980-ൽ ഒരു തിയേറ്ററിൽ 4 പേർ കണ്ട് ഇന്ത്യ ഒട്ടാകെ ട്രെൻഡായ ഒരേ ഒരു സിനിമ ശങ്കരാഭരണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.